ഇദ്ദേഹം ഞങ്ങൾ ഓട്ടോയിൽ കയറിയ ആ നിമിഷം മുതൽ ഞങ്ങൾ അസഭ്യചുവയോടുകൂടി നോക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ ഞങ്ങൾ അതിന് പ്രതികരിക്കണ്ടേ? സാറേ സൗന്ദര്യമുള്ളവരായി പോയതാണ്. ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരെ പറകിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞ എന്ത് കാര്യമാണ് സാറേ? ഒരുപാട് തവണ നോക്കി ഞങ്ങൾ ഇറിറ്റേഷൻ ആയപ്പോ ഞങ്ങൾക്ക് തന്നെ വല്ലാത്തൊരു നാണം തോന്നിയപ്പോ ഞങ്ങൾ പ്രതികരിച്ചു പോയതാണ്. സത്യശീലൻ 13 സെക്കൻഡിൽ കൂടുതൽ ഒരു സ്ത്രീയെ നോക്കാൻ പാടില്ല എന്ന് തന്നെ ഒരു വ്യവസ്ഥയുണ്ട്. എന്റെ സാറേ, നമ്മുടെ റോഡിന്റെ സ്ഥിതി അനുസരിച്ച് 2 സെക്കൻഡ് നോക്കാൻ പറ്റില്ല. പിന്നിലേക്ക് ആ ജാതി കുയ്യ നമ്മുടെ. ഒന്നാമത്തെ ഇയാളുടെ ആറ്റിറ്റ്യൂഡേ ശരിയായിരുന്നില്ല. സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇയാള് ഒരു ഈ ഓട്ടോയാണെങ്കിലും ഇപ്പൊ ഇയാളൊരു ഡ്രൈവറാണ്, ശരി, സമ്മതിച്ചു. പക്ഷേ അയാള് പറയാൻ കിട്ടൂലെന്നേ, നോണ പറയുമ്പോ പറയാൻ കിട്ടണ്ടേ? അപമര്യാദയായി പെരുമാറി എന്റെ സുഹൃത്തിനെയാണ് അയാൾ ആദ്യം തള്ളി. അങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ സത്യശീലൻ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള ശിക്ഷയ്ക്ക് അർഹനാണ്. സാർ, ഞാൻ വേറൊരു വിവരം അറിഞ്ഞത്, ഈ യാത്രക്കാരികള് ഈ സ്ത്രീകൾ മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു. സ്ത്രീകൾ ബീർ കുടിക്കുന്നു, വൈൻ കുടിക്കുന്നു, ഇവിടെ അല്ലോ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ. എന്താ അതിലൊരു തെറ്റ്? പുരുഷന്മാർക്ക് എന്തോ ആവാമെങ്കിൽ അത് സ്ത്രീകൾക്കാവുന്നുണ്ട്. എന്താ തെറ്റ്? ഞാൻ കാര്യമായിട്ട് പറയാം. പാശ്ചാത്യ രാജ്യത്തല്ല, നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. ഇവിടെ ഒരു കാര്യം ചോദിക്കാണ്ട്, ഈ 1947 കുറെ നേരമായാലും ഈ അങ്ങായി പറയാൻ തുടങ്ങിയിട്ട്, ഈ 47 കാലഘട്ടത്തിൽ ഇവിടെ എത്ര സ്ത്രീകൾ വെള്ളടിച്ചിട്ട് റോട്ടിൽ വന്നിട്ട് ആണുങ്ങളെ തല്ലിയിട്ടുണ്ട്? നിങ്ങളുടെ കുടുംബത്തെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ബീഡി വലിച്ച് കള്ളു കുടിച്ച് അടി ഉണ്ടാക്കിയാൽ സുഗതൻ സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യക്ക് എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? 1947 അല്ലെങ്കിൽ പിന്നെ എന്നാണ് താങ്കളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും സ്ത്രീ സമൂഹത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ആ സ്വാതന്ത്ര്യം കിട്ടാത്തത് കൊണ്ടാണ് പുരുഷന്മാർ ഇത്രയും നാൾ സമാധാനമായിട്ട് ജീവിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനിയിപ്പോ നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ നാട്ടുകാരായ ജനപ്രതിനിധികളും പ്രമുഖ വ്യക്തികളുമുണ്ട്. അവരുടെ അഭിപ്രായം നമുക്ക് അവരോട് ചോദിക്ക്. ശരി, ഒരു സ്ത്രീയെ ഒരു പുരുഷൻ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. എങ്ങനെ പീഡിപ്പിക്കാതിരിക്കും? ഈ വേഷവിധാനത്തിൽ ഇവര് വേഷവിധാനം കണ്ടാൽ തന്നെ എത്രയോ സ്ത്രീകൾ മാന്യമായിട്ട് തന്നെ മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് റോഡിലൂടെ പീഡിപ്പിക്കുന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മകളെയോ അമ്മയോ കണ്ട പോലെ ഈ കുട്ടികളെ കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ അവരെ കാണുന്നത് വേറൊരു കണ്ണുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവരുടെ വസ്ത്രങ്ങൾ നോക്കുന്നത്. അത് പാടില്ല. അങ്ങനെയുള്ള നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞങ്ങൾ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പൊരുതുന്നത്. ഇപ്പൊ ഈ വനിതകൾ പറയുന്നു അവരെ ആ സത്യശീലൻ പീഡിപ്പിച്ചു എന്ന്. അദ്ദേഹം വണ്ടി ഓടിക്കുമ്പോൾ ഈ വനിതകൾ രണ്ടും പുറകിലിരിക്കുന്നു. ഈ പുറകിലിരിക്കുന്നവരെ അദ്ദേഹത്തിന് കണ്ണുകൊണ്ട് പീഡിപ്പിക്കാൻ കഴിയുമോ? ഇനി പീഡിപ്പിച്ചെന്നിരിക്കട്ടെ, ഇവര് നിയമം കയ്യിലെടുക്കാൻ ഇവരാരാ? ഇവർക്ക് പോലീസില്ലേ, നിയമമില്ലേ, കോടതിയില്ലേ?